ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫോക്കസ് ഏരിയ ക്ലാസ്സുകൾ നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ഫുള്ള് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ, അതായത് ചാപ്റ്റർ 2-ൽ ഫോക്കസ് ഏരിയ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്സ് ടൈലൈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അതിനെക്കുറിച്ച് അവരുടെ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ടൈലൈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആദ്യം നമ്മൾ പഠിക്കും. പിന്നീട് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സ് പഠിക്കും. കൂടാതെ നമ്മൾ ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് 14 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 14 പ്രിൻസിപ്പിൾസ് എന്താണെന്നും അത് ഓർത്ത് വെക്കുന്നതിനുള്ള ഒരു ന്യൂമോണിക് കോഡ് ഉൾപ്പെടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ യൂസ്ഫുൾ തന്നെയായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും മറന്നു പോകരുത്. കൂടാതെ പ്ലസ് ടു അക്കൗണ്ടൻസിയുടെ നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് പ്ലസ് ടു അക്കൗണ്ടൻസി എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോക്കസ് ഏരിയയുടെ ഓർഡറിൽ എക്സാം സ്പെഷ്യൽ ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. കൂടാതെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിലൂടെ കൃത്യസമയത്ത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ടൈലൈ സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. എന്താണ് ഈ ടൈലൈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ മീനിങ്, അതിൻ്റെ ഡെഫിനേഷൻ എല്ലാം കൂടി നമുക്കൊരു സെൻറ്റൻസിൽ പഠിച്ചു വയ്ക്കാം. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് മീൻസ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. അപ്പോൾ എന്താണ് ജോലിക്കാർ ഏത് രീതിയിലാണ് ജോലി ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു. ഒരു മാനേജ്മെൻറ്റ് വർക്കേഴ്സിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, എത്രമാത്രമായിരിക്കണം അവരുടെ ജോലി എന്നുള്ളത്, അവരുടെ പ്രതീക്ഷ എന്താണ്. ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദി ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. ആ ജോലിക്കാരത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ കാണുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള മാനേജ്മെൻറ്റിനെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുക. നമുക്കറിയാം, സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് FW ടൈലർ ആണ്. ആ കാര്യം കൂടി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സെൻറ്റൻസിൽ പറയാം. അത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാം. അപ്പോൾ FW ടൈലർ, നോൺ ആസ് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഫാദർ FW ടൈലർ ആണ്. മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ പിതാവ് ഹെൻറി ഫയോൾ ആണ്. ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. അത് തമ്മിൽ മാറിപ്പോകാതെ വേണം പഠിച്ചു വയ്ക്കാൻ വേണ്ടി. ഹി ഡെവലപ്ഡ് സെർട്ടൺ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ FW ടൈലറുടെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തത് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്നുള്ളതാണ്. അതായത് സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് ബി യൂസ്ഡ് ഫോർ ടേക്കിംഗ് മാനേജീരിയൽ ഡിസിഷൻ. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ മാനേജീരിയൽ ഡിസിഷൻ എടുക്കുമ്പോൾ, ഒരു മാനേജർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ശാസ്ത്രീയമായിട്ട് ഒരു കാര്യത്തെ പരിശോധിച്ച് ഉറപ്പുവരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അദ്ദേഹം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി. സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നോ റൂൾ ഓഫ് തമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇതുവരെ എങ്ങനെയാണോ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ സയൻറ്റിഫിക് ബേസിൻ്റെ അടിസ്ഥാനത്തിൽ, ശാസ്ത്രീയ അടിസ്ഥാനത്തിൻ്റെ ഒരു ബേസിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളതാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ് എന്ന് പറയുക. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സ് ഇൻ സോൾവിങ് ബിസിനസ് പ്രോബ്ലംസ്. അപ്പോൾ ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയ മെത്തേഡുകൾ ഉപയോഗിക്കുക, ആപ്ലിക്കേഷൻ, അതിൻ്റെ ഉപയോഗം, അതാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അതില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതാണ്, സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്. ഇനി ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഇപ്പോൾ രണ്ടാമത്തെ പ്രിൻസിപ്പിളാണ് ഹാർമണി നോട്ട് ഡിസ്കോർഡ്. ഹാർമണി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരച്ചേർച്ചയോടുകൂടി മുന്നോട്ട് പോകുന്നതിനെയാണ് ഹാർമണി എന്ന് പറയുക. ഇവിടെ ഡിസ്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരസ്പരമുള്ള തർക്കം, വിദ്വേഷം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ പരസ്പരമുള്ള വഴക്കിന് അതല്ലാതെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മെൻ്റൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റോട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ വാട്ട് ഈസ് മെൻ്റൽ റെവല്യൂഷൻ എന്ന് ആ രീതിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ അത് ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളത് പഠിച്ചു വയ്ക്കുക. നോക്കുക, ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്താണെന്നുള്ളത്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ദർ ഷുഡ് ബി കംപ്ലീറ്റ് ഹാർമണി ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. ഇപ്പോൾ ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത് മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ കംപ്ലീറ്റ് ഹാർമണി ഉണ്ടായിരിക്കണം, അവർ തമ്മിൽ നല്ല സ്വരച്ചേർച്ചയിൽ മുന്നോട്ട് പോകേണ്ടതാണ്. ബോത്ത് ഷുഡ് റിയലൈസ് ദാറ്റ് ഈച്ച് വൺ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദി ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റും വർക്കേഴ്സും മനസ്സിലാക്കണം ഓരോരുത്തരും ആ സ്ഥാപനത്തിന് പ്രധാനപ്പെട്ടതാണെന്ന്. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ എ ചേഞ്ച് ഇൻ ദി മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ്. അപ്പോൾ ഇവിടെ ഹാർമോണിയസ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ മാനേജ്മെൻറ്റും വർക്കേഴ്സും
അവരുടെ മെൻ്റൽ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തേണ്ടതാണ്. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ എ ചേഞ്ച് ഇൻ ദി മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ദ മാനേജ്മെൻറ്റ് ടുവേർഡ്സ് ഈച്ച് അതർ. വർക്കേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ആറ്റിറ്റ്യൂഡിൽ, പരസ്പരമുള്ള ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വരുത്തണം. ആ ആറ്റിറ്റ്യൂഡിൻ്റെ ചേഞ്ചിനെയാണ് ടൈലർ വിളിച്ചത്, ടൈലർ കോൾസ് ഇറ്റ് മെൻ്റൽ റെവല്യൂഷൻ. മാനസികമായിട്ടുള്ള ഒരു വിപ്ലവം തന്നെയാണ്. അവരുടെ ആറ്റിറ്റ്യൂഡിൽ, അവരുടെ മനോഭാവത്തിലാണ് വ്യത്യാസം വരുന്നത് അല്ലേ, പരസ്പരമുള്ള മനോഭാവത്തിൽ. മാനേജ്മെൻറ്റ് ഷുഡ് ഷെയർ എ പാർട്ട് ഓഫ് സർപ്ലസ് വിത്ത് വർക്കേഴ്സ്. അതായത് മാനേജ്മെൻറ്റ് വേണമെങ്കിൽ അവരുടെ ലാഭത്തിൻ്റെ ഒരു വീതം വർക്കേഴ്സിന് വേണമെങ്കിൽ കൊടുക്കാം. ആൻഡ് ദ വർക്കേഴ്സ് ഷുഡ് കോൺട്രിബ്യൂട്ട് ദർ മാക്സിമം ടു റിസൾട്ട് ഇൻ ഗുഡ് പ്രോഫിറ്റ്സ് ഓഫ് ദി കമ്പനി. കമ്പനിക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി വർക്കേഴ്സ് മാക്സിമം അവരുടെ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് മാനേജ്മെൻറ്റിനെ സഹായിക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ പരസ്പരമുള്ള ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് മെൻ്റൽ റെവല്യൂഷൻ എന്ന് പറയുക. ആ മെൻ്റൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഹാർമണി ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവുക. ഹാർമണി നോട്ട് ഡിസ്കോർഡ് എന്ന് പറയുന്നത് അപ്പോൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ. അടുത്ത പ്രിൻസിപ്പിൾ കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം ആണ്. കോഓപ്പറേഷൻ പരസ്പരമുള്ള സഹകരണമാണ്, അല്ലാണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോക്കായിരിക്കരുത് ഒരു സ്ഥാപനത്തിൽ നടക്കേണ്ടത്. ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സിന് പുറമെ അതുകൂടാതെ കോഓപ്പറേഷൻ ഉണ്ടായിരിക്കണം, പരസ്പരമുള്ള സഹകരണം ഉണ്ടായിരിക്കണം. ദി എസൻസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് ദർ ഷുഡ് ബി കംപ്ലീറ്റ് കോഓപ്പറേഷൻ ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. ഇപ്പോൾ മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിൽ പരസ്പരം സഹകരിക്കേണ്ടതാണ്. മാനേജ്മെൻറ്റ് ഷുഡ് ടേക്ക് വർക്കേഴ്സ് ഇൻ ടു കോൺഫിഡൻസ് ആൻഡ് ഗീവ് ദം പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് അവിടുത്തെ ജോലിക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ, തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ അവരെ കൂടി പങ്കാളികളാക്കേണ്ടതാണ്. വർക്കേഴ്സ് ഷുഡ് നോട്ട് ഇൻഡൾജ് ഇൻ അൺനെസസറി സ്ട്രൈക്സ് ആൻഡ് റേസ് അൺറീസണബിൾ ഡിമാൻഡ്. ഒപ്പം തന്നെ വർക്കേഴ്സ് ആണെങ്കിൽ അവർ അനാവശ്യമായിട്ടുള്ള സമരങ്ങൾ നടത്താൻ പാടില്ല. അൺനെസസറി സ്ട്രൈക്സ് അവർ ഇൻഡൾജ് ചെയ്യാൻ പാടില്ല, ഏർപ്പെടാൻ പാടില്ല. ആൻഡ് റേസ് അൺറീസണബിൾ ഡിമാൻഡ്, അവർക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഡിമാൻഡുകൾ, ഇപ്പോൾ സാലറിയൊക്കെ അമിതമായിട്ട് കൂട്ടുക ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള ഡിമാൻഡുകളും മാനേജ്മെൻറ്റിന് മുന്നിൽ വർക്കേഴ്സ് വയ്ക്കാൻ പാടില്ല. അവർ തമ്മിൽ ഒരു സഹകരണത്തിൽ വേണം മുന്നോട്ട് പോകാമെന്നുള്ളതാണ് കോഓപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വലിസം എന്ന പ്രിൻസിപ്പിൾ സൂചിപ്പിക്കുക. ദെൻ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവരി പേഴ്സൺ ടു ഹിസ് ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി. ഓരോ ഇൻഡിവിജ്വലും, മാനേജ്മെൻറ്റിലെയും വർക്കേഴ്സിലെയും ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അവരുടെ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസിയിലേക്ക്, അവർക്ക് ഏറ്റവും എത്താൻ പറ്റുന്ന കാര്യക്ഷമതയുടെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് എഫിഷ്യൻസി ഓഫ് ഓൾ വർക്കേഴ്സ് ഈസ് മസ്റ്റ് ഫോർ വിച്ച് ദേ ഹാവ് ടു ബി പ്രൊവൈഡഡ് വിത്ത് മാക്സിമം പ്രോസ്പെരിറ്റി. അപ്പോൾ ഓരോ വർക്കേഴ്സിനും മാക്സിമം പ്രോസ്പെരിറ്റിയിലേക്ക് എത്തണമെങ്കിൽ, അഭിവൃദ്ധിയിലേക്ക് എത്തണമെങ്കിൽ എഫിഷ്യൻസി, എല്ലാ വർക്കേഴ്സിൻ്റെയും എഫിഷ്യൻസി ആവശ്യമാണ്. ഫോർ ദിസ് ടൈലർ സജസ്റ്റഡ് സയൻറ്റിഫിക് മെത്തേഡ്സ് ഫോർ സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ്. അതിനുവേണ്ടി ടൈലർ സജസ്റ്റ് ചെയ്തത് സയൻറ്റിഫിക് മെത്തേഡ്സ് ഫോർ സെലക്ഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കേഴ്സ് ആണ്. അതായത് വർക്കേഴ്സിനെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ, അവർ ജോലിക്ക് എടുക്കുന്ന കാര്യത്തിൽ, അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് പിന്നീട് ആ പോസ്റ്റിൽ ഉയരാനുള്ള സാധ്യതകൾ, ഡെവലപ്മെൻറ്റിനുള്ള അവസരങ്ങൾ കൊടുക്കുമ്പോഴെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കണമെന്നുള്ളതാണ് ടൈലർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ്. ഇനി നമുക്ക് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ചില ടെക്നിക്സ് കൂടി ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഒന്നാമത്തത് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്. അപ്പോൾ എന്താണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ളത് ചിലപ്പോൾ ഷോർട്ട് എസ്സേ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക. അത് വൺ ഓഫ് ദി ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഒരു ടെക്നിക്കാണ്. ഇറ്റ് ഈസ് ദി ടെക്നിക്ക് ഓഫ് സെപ്പറേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഫംഗ്ഷൻ അറ്റ് ദി ലോവസ്റ്റ് ലെവൽ. അതായത് ലോവസ്റ്റ് ലെവലിൽ, ലോവർ മാനേജ്മെൻറ്റിൽ പ്ലാനിങ് ഫംഗ്ഷനെയും എക്സിക്യൂഷൻ ഫംഗ്ഷനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുക. ഇപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ആസൂത്രണമാണ്. എക്സിക്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെ നടപ്പിലാക്കലാണ് എക്സിക്യൂഷൻ എന്ന് പറയുക. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സുകളെയും രണ്ടായിട്ട് കണ്ടുകൊണ്ട് ഈ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ പ്ലാനിങ് ഫംഗ്ഷൻ ഒരു കൂട്ടം ആളുകളെ ഏൽപ്പിക്കുകയും അതിൻ്റെ എക്സിക്യൂഷൻ ഫംഗ്ഷൻ മറ്റൊരു കൂട്ടം ആളുകളെ ഏൽപ്പിക്കുന്ന അത്തരത്തിലൊരു ടെക്നിക്കാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. പ്ലാനിങ് ഈസ് ഡൺ ഇൻ ദി പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ബൈ 4 സ്പെഷ്യലിസ്റ്റ്. ഇപ്പോൾ ഇവിടെ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ 4 സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും, 4 സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും. ആൻഡ് എക്സിക്യൂഷൻ ഈസ് ഡൺ ഇൻ ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എക്സിക്യൂഷൻ നടത്തുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അവിടെ 4 സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും, ഈ പ്ലാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തെയാണ്, ടെക്നിക്കിനെയാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ചോദിക്കുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്ന ഒരു പിക്ചർ കൂടി നിങ്ങൾ വരച്ച് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ലഭിക്കുന്നതിന് കാരണമാകും. നമുക്ക് ആ പിക്ചറിൽ നോക്കാം. അപ്പോൾ ഇതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന പിക്ചർ. ഒരു ഫാക്ടറി മാനേജർക്ക് കീഴിൽ, അതായത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ഫാക്ടറി മാനേജ്മെൻറ്റ് കീഴിൽ പ്ലാനിങ് ഇൻചാർജ് എന്ന് പറയുന്ന 4 തരത്തിലുള്ള ഒഫീഷ്യൽസ് ഉണ്ടാവും. അത് പ്ലാനിങ്ങിന് ചുമതല വഹിക്കുന്ന ആളുകൾ. പിന്നെ പ്രൊഡക്ഷൻ ഇൻചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ എക്സിക്യൂഷൻ വർക്ക് നടത്തുന്ന
ആളുകൾ. ഇതാണ് എക്സിക്യൂഷൻ, പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ആളുകൾ പ്രൊഡക്ഷൻ ഇൻചാർജ് ആണ്. ഇവിടെ പ്ലാനിംഗ് ഇൻചാർജിന്റെ കീഴിൽ 4 പേര് ആരൊക്കെയാണ്? ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ. ഈ 4 പേരാണ് പ്ലാനിംഗ് ഇൻചാർജിന് വരിക. പ്രൊഡക്ഷൻ ഇൻചാർജിന് കീഴിൽ സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പിക്ചർ ഇതേ രീതിയിൽ ഒന്ന് വരയ്ക്കാൻ വേണ്ടി പഠിച്ചു വയ്ക്കുക. ഇത് ഇതിൻ്റെ താഴോട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോരുത്തരുടെയും കീഴിൽ വർക്ക്മെൻ ഉണ്ടാവും, ഓരോരുത്തരുടെയും കീഴിൽ ജോലിക്കാരും ഉണ്ടാകും. അപ്പോൾ ഇവിടെ മൊത്തത്തിലുള്ള ഫംഗ്ഷനെ, ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനെ പ്ലാനിംഗ് ഫംഗ്ഷൻ എന്നും എക്സിക്യൂഷൻ ഫംഗ്ഷൻ എന്നും അല്ലേ? പ്ലാനിംഗ് ഇൻചാർജിൻ്റെ കീഴിൽ 4 പേര്, പ്രൊഡക്ഷൻ ഇൻചാർജിൻ്റെ കീഴിൽ, എക്സിക്യൂഷൻ ഫംഗ്ഷൻ്റെ കീഴിൽ 4 പേര്. അപ്പോൾ ഈ 4 പേരുടെയും പേരുകളും കൃത്യമായിട്ട് ഓർത്ത് പഠിച്ചു വയ്ക്കുക, ഈ ഒരു പിക്ചർ വരയ്ക്കാൻ വേണ്ടിയും. ഇനി നമുക്ക് ഇത് ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ചുരുങ്ങിയ ലെവലിൽ ഒന്ന് പഠിച്ചു വയ്ക്കാം. ആദ്യം നമുക്ക് റൂട്ട് ക്ലർക്കിന് നോക്കാം. ഹി ഡിറ്റർമൈൻസ് ദ റൂട്ട് ഓഫ് കംപ്ലീറ്റിംഗ് എ വർക്ക്. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള വഴികൾ ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് വെക്കുന്നത്, പഠിപ്പിക്കുന്നത് റൂട്ട് ക്ലർക്കാണ്. ദെൻ ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക് ആവാം. പ്രിപ്പയർസ് ആൻഡ് ഗീവ്സ് ഇൻസ്ട്രക്ഷൻ കാർഡ് ടു വർക്കേഴ്സ്. അതായത് വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുന്നത്, അത് ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്കാണ്. ദെൻ ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് റെക്കോർഡ്സ് ദ ടൈം ടേക്കൺ ഫോർ കംപ്ലീഷൻ ഓഫ് വർക്ക് ആൻഡ് ഓൾസോ ദ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ. അതായത് ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കേണ്ട ടൈം അല്ലെങ്കിൽ എടുക്കുന്ന ടൈം റെക്കോർഡ് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ആൻഡ് ഓൾസോ ദ കോസ്റ്റ് ഓഫ് വർക്ക് ഡൺ, ചെയ്ത വർക്കിനുള്ള ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത് ഇദ്ദേഹമാണ്. അതുകൊണ്ടാണ് ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് എന്ന് പറയുന്ന പൊസിഷൻ. അടുത്ത ഡിസിപ്ലിനറിയൻ ആണ്. എൻഷ്യൂർസ് ദാറ്റ് ഈച്ച് ജോബ് ഈസ് ബീങ് പെർഫോംഡ് ഇൻ എ ഡിസിപ്ലിൻഡ് മാനർ. അപ്പോൾ ഡിസിപ്ലിനറിയൻ്റെ ഡ്യൂട്ടി എന്താണ്? എല്ലാ ജോലികളും അത് ഡിസിപ്ലിൻഡ് മാനറിൽ, അത് അച്ചടക്കത്തോടു കൂടി തന്നെ പൂർത്തിയാകുന്നുണ്ടെന്നുള്ളത് ഇദ്ദേഹം ഉറപ്പുവരുത്തുന്നു. ദെൻ സ്പീഡ് ബോസ് ആകാം. എൻഷ്യൂർസ് വർക്കേഴ്സ് പെർഫോം അറ്റ് ദി റിക്വയർഡ് സ്പീഡ്. ജോലിക്കാർ ജോലി ചെയ്യുന്നത് അത് ആവശ്യമായിട്ടുള്ള സ്പീഡിൽ തന്നെയാണ്, വളരെ ഫ്ലോയിലോ അല്ലെങ്കിൽ അധികം സ്പീഡിലോ പോകുന്നില്ല, അതിൻ്റെ ഒപ്റ്റിമം സ്പീഡിലാണ് മുന്നോട്ട് പോകുന്നത് സ്പീഡ് ബോസ് ഉറപ്പുവരുത്തുന്നു. ദെൻ ഗ്യാങ് ബോസ് ആകാം. അറേഞ്ചസ് മെഷീൻസ് ആൻഡ് ടൂൾസ് ഫോർ വർക്ക്. ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള മെഷീനറിയും അതുമായിട്ട് ബന്ധപ്പെട്ട ടൂൾസും എല്ലാം കളക്ട് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് ഗ്യാങ് ബോസ് ആണ്. ദെൻ റിപ്പയർ ബോസ് ആകാം. ടേക്കൺ കെയർ ഓഫ് മെയിൻ്റനൻസ് ഓഫ് മെഷീൻസ്. ഇപ്പോൾ മെഷീനറിക്ക് എന്തെങ്കിലും റിപ്പയറിൻ്റെ കേസ് വരികയാണെങ്കിൽ അത് നോക്കുന്നത്, മെയിൻ്റനൻസ് നടത്തുന്നത് റിപ്പയർ ബോസ് ആണ്. ഇൻസ്പെക്ടർ ആകാം. ചെക്സ് ദ ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട്. പ്രൊഡക്ഷൻ നടന്നു കഴിയുമ്പോൾ ഓരോ ഔട്ട്പുട്ടിൻ്റെയും ക്വാളിറ്റി പരിശോധിക്കാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഇൻസ്പെക്ടർ. ഇനി നമുക്ക് രണ്ടാമത്തെ ടെക്നിക്കിലേക്ക് പോവുകയാണ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ടെക്നിക്കുകൾ കണ്ടു, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആണ്. രണ്ടാമത്തതാണ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ എവറി ബിസിനസ് ആക്ടിവിറ്റി. അപ്പോൾ ഒരു ബിസിനസ്സിലെ എല്ലാ ആക്ടിവിറ്റിക്കും ഒരു നിശ്ചിത സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുക. സ്റ്റാൻഡേർഡ്സ് ക്യാൻ ബി സെറ്റ് ഫോർ റോ മെറ്റീരിയൽ, ടൈം, പ്രൊഡക്റ്റ് എക്സെട്ര. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ്, നിശ്ചിത നിലവാരമുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിക്കുക, അതാണ് റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ അതിൻ്റെ ടൈം, എത്ര സമയം നമ്മൾ ചെലവഴിക്കണം ഒരു ജോലിക്ക് വേണ്ടി, അതിന് ഒരു സമയം നിശ്ചയിക്കുക. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ എന്നാണെങ്കിൽ അതാണ് സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ടൈമിൽ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുക. പ്രൊഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ്, മൊത്തത്തിലുള്ള നിലവാരം എങ്ങനെയാണ് തുടങ്ങിയവയ്ക്കും ഒരു മാനദണ്ഡം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് നിശ്ചയിക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ. സ്റ്റാൻഡർഡൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. ടു റെസ്ട്രിക്റ്റ് എ ഗിവൺ ലൈൻ ഓഫ് പ്രൊഡക്റ്റ് ടു ഫിക്സഡ് ടൈപ്പ്, സൈസ് എക്സെട്ര. അതായത് ഒരു ഗിവൺ ലൈൻ ഓഫ് പ്രൊഡക്റ്റ്, ഒരേ തരത്തിലുള്ള കാറ്റഗറി പെടുന്ന പ്രൊഡക്റ്റുകൾ, അതിനെല്ലാം ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈപ്പ്, ഒരേ ടൈപ്പ് പോലെ അല്ലെങ്കിൽ ഒരു സൈസ് വലുപ്പത്തിലൊന്നും വ്യത്യാസമില്ലാതെ പോലെ അത് ഉണ്ടാക്കിയെടുക്കുക, നിർമ്മിക്കുക. കൂടാതെ ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ക്വാളിറ്റി ഇൻ മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അതെല്ലാം ഒരു നിശ്ചിത നിലവാരം പുലർത്തുന്നതാണെന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയാണ് സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക. ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഓഫ് പെർഫോമൻസ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ. അവിടെ ഉപയോഗിക്കുന്ന, ജോലി ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അതിനെല്ലാം ഒരു നിശ്ചിത നിലവാരം ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാൻഡർഡൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ആണല്ലേ. സിംപ്ലിഫിക്കേഷൻ എയിംസ് അറ്റ് എലിമിനേഷൻ ഓഫ് അൺനെസസറി വെറൈറ്റീസ്, സൈസസ് ആൻഡ് ഡയമെൻഷൻസ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് അനാവശ്യമായിട്ടുള്ള വെറൈറ്റി, പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, പല സൈസിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, പല ഡയമെൻഷൻസ്, പല അളവിൽ. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ പരമാവധി, അങ്ങനെ വരുമ്പോൾ അത് ഒത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് നേച്ചർ ആവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരേപോലുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുക, അതിനാണ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുക. എലിമിനേഷൻ ഓഫ് അൺനെസസറി വെറൈറ്റീസ്, അനാവശ്യമായിട്ട് പ്രൊഡക്റ്റിൽ വെറൈറ്റി കൊണ്ടുവരുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് സിംപ്ലിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുക. അപ്പോൾ അതും ഒരു ശാസ്ത്രീയ മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു ടെക്നിക്കാണ്. അടുത്തത് മെത്തേഡ് സ്റ്റഡിയാണ്. മൂന്നാമത്തെ ടെക്നിക്ക് മെത്തേഡ് സ്റ്റഡി. ഇറ്റ് ഈസ് എ ടെക്നിക് ടു നോ ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ ജോബ്.
ഒരു ജോബ് ചെയ്യുന്നതിന് വേണ്ടി പല രീതികളുണ്ടാവാം. ആ ജോബ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ്, ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് എ ജോബ്, അതിനെയാണ് നമ്മൾ മെത്തേഡ് സ്റ്റഡി, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് മെത്തേഡ് സ്റ്റഡി നടത്തുക. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ആൻഡ് ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇതുവഴി ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒരു പ്രൊഡക്റ്റിൻ്റെ അത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ആ ചെലവ് പരമാവധി കുറയ്ക്കുക, മിനിമൈസ് ചെയ്യുക ആൻഡ് ഇംപ്രൂവ് ദ ക്വാളിറ്റി, ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി പരമാവധി കൂട്ടുക, ആ ലെവൽ ഓഫ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ ലെവല് പരമാവധി വർദ്ധിപ്പിക്കുക. അതെല്ലാം അത് കണ്ടുപിടിക്കുന്ന അത്തരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ മെത്തേഡാണ് കണ്ടുപിടിക്കാനാണ് മെത്തേഡ് സ്റ്റഡിയിലൂടെ ശ്രമിക്കുക. അടുത്തത് മോഷൻ സ്റ്റഡിയാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദി സ്റ്റഡി ഓഫ് മൂവ്മെന്റ്സ് ലൈക്ക് ലിഫ്റ്റിംഗ്, പുട്ടിംഗ് തിങ്സ്, സിറ്റിംഗ് ആൻഡ് ചേഞ്ചിങ് പൊസിഷൻസ് എക്സെട്ര. അതായത് ഒരു വർക്കർ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം എത്രമാത്രം മൂവ്മെന്റുകൾ, ഉദാഹരണത്തിന് എന്തെങ്കിലും എടുത്ത് ഉയരത്തിന് വേണ്ടി, ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, പുട്ടിംഗ് തിങ്സ് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം എവിടെയെങ്കിലും വെക്കുന്നതിന് വേണ്ടി, സിറ്റിംഗ് ആൻഡ് ചേഞ്ചിങ് പൊസിഷൻസ് ഇരിക്കുക, പൊസിഷൻ മാറ്റുക, അങ്ങനെ പല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് ജോലി എടുക്കുമ്പോൾ അല്ലേ. അപ്പം അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ മൂവ്മെന്റ്, അത് അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ മോഷൻ സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുക. ഇറ്റ് എയിംസ് അറ്റ് എലിമിനേറ്റിംഗ് അൺനെസസറി ആൻഡ് ഇൻഎഫിഷ്യന്റ് മൂവ്മെന്റ്. ഒരു ഉൽപാദനത്തിന് സഹായകരമല്ലാത്ത തരത്തിലുള്ള മൂവ്മെന്റുകളും പരമാവധി കുറയ്ക്കുക എന്നുള്ളതും മോഷൻ സ്റ്റഡിയുടെ ലക്ഷ്യമാണ്. സോ ദാറ്റ് ഇറ്റ് ടേക്ക് ലെസ് ടൈം ടു കംപ്ലീറ്റ് ദ ജോബ് എഫിഷ്യൻലി. അപ്പോൾ ആ ഒരു ജോലി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഏറ്റവും കുറഞ്ഞ സമയം എടുക്കുന്നു എന്നുള്ളത് അതിലൂടെ ഉറപ്പുവരുത്തുന്നു. അതാണ് മോഷൻ സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുക. ഇനി ടൈം സ്റ്റഡിയാണ്. ടൈം സ്റ്റഡി ഇറ്റ് ഈസ് ദി ടെക്നിക് ഓഫ് ഡിറ്റർമൈനിങ് ദ സ്റ്റാൻഡേർഡ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് എ ജോബ്. ഒരു ജോബ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട മിനിമം ടൈം ഏതാണോ സ്റ്റാൻഡേർഡ് ടൈം, നിശ്ചിത നിലവാരം, സമയത്തിൻ്റെ നിലവാരം. ഒരു ജോബ് പൂർത്തിയാക്കണമെങ്കിൽ 2 മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ അതാണ് സ്റ്റാൻഡേർഡ് ടൈം, അത് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് ടൈം 2 മണിക്കൂറായിട്ട് ഫിക്സ് ചെയ്യുന്നു. ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് ഈസ് യൂസ്ഡ് ഫോർ ഈച്ച് എലമെന്റ് ഓഫ് വർക്ക്. ജോലി ചെയ്യുമ്പോൾ ടൈം റെക്കോർഡിംഗ് ക്ലോക്ക്, ജോലി ചെയ്യുമ്പോൾ എത്രമാത്രം സമയം എടുക്കുന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ടൈം റെക്കോർഡിംഗ് ക്ലോക്ക് സ്ഥാപിക്കാം. ഇറ്റ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ടു ബി എംപ്ലോയിഡ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ലേബർ കോസ്റ്റ്. ഇപ്പോൾ ഒരു ജോബിനെ സംബന്ധിച്ച് എത്ര സമയമെടുത്താണ് ജോബ് പൂർത്തിയാക്കുന്നത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് ജോലി പൂർത്തിയാക്കാൻ പറ്റുമെന്നും അതനുസരിച്ച് ലേബർ കോസ്റ്റ് എത്രയാണെന്നൊക്കെ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താൻ സാധിക്കും. ദെൻ ഫറ്റീഗ് സ്റ്റഡി എന്ന് പറയുന്നത് മറ്റൊരു ടെക്നിക്കാണ്. ഇറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് ഡിറ്റർമൈനിങ് ദ ടൈം ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇന്റർവൽസ്. അതായത് റെസ്റ്റ് ഇന്റർവൽസ്, ഒരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ റെസ്റ്റിന് വേണ്ടി എത്ര ഇന്റർവൽ നൽകണം, എത്ര സമയം ഇന്റർവൽ നൽകണം, എത്ര തവണ ഇന്റർവൽ നൽകണം, ടൈം ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇന്റർവൽസ്, അത് കണ്ടുപിടിക്കുന്നതിന് നടത്തുന്ന പഠനമാണ് ഫറ്റീഗ് സ്റ്റഡി. നോക്കുക, when a worker works continuously, his speed and efficiency in the work diminishes. ഒരാൾ തുടർച്ചയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അദ്ദേഹത്തിൻ്റെ ജോലിയിലുള്ള സ്പീഡും എഫിഷ്യൻസിയും അതെല്ലാം കുറയാനുള്ള സാധ്യതയുണ്ട്. ഹി ഷുഡ് ബി ഗിവൺ പ്രോപ്പർ റെസ്റ്റ് ടു റീകൂപ്പ് ദ എനർജി ലോസ്റ്റ്. അയാൾക്ക് നഷ്ടപ്പെട്ട എനർജി റീകൂപ്പ് ചെയ്യുന്നതിന് വേണ്ടി, തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ഹി നീഡ്സ് റെസ്റ്റ്. ഒരു തൊഴിലാളിക്ക് റെസ്റ്റ് ആവശ്യമാണ്. ദെൻ അടുത്തത് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റമാണ്. ഈ പറയുന്ന ഓരോ ടെക്നിക്കുകളും ഇത് നിങ്ങൾക്ക് 2 മാർക്കിൻ്റെ ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യനുകളായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് വേജ് സിസ്റ്റമാണ് അടുത്ത ടെക്നിക്ക്. ഇറ്റ് റെഫേഴ്സ് ടു വേജ് സിസ്റ്റം വെയർ ഇൻ ഡ്യുവൽ വേജ് റേറ്റ് ആർ ഫിക്സ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സ് ആൻഡ് വേജസ് ആർ പെയ്ഡ് അക്കോർഡിംഗ്ലി. ഇപ്പോൾ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ പീസ് വേജ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫറൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായ എന്നുള്ളതാണ്. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള 2 റേറ്റ് ആയിരിക്കും കൂലി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഡ്യുവൽ വേജ് എന്ന് പറഞ്ഞാൽ 2 അല്ലേ, 2 രീതിയിലുള്ള വേജാണ് നൽകുക. 2 രീതിയിലുള്ള വേജ് ഫിക്സ് പറഞ്ഞിട്ടുണ്ടാവും. ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സ്. അതായത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് ഉയർന്ന റേറ്റും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് കുറഞ്ഞ റേറ്റുമാണ് കൊടുക്കുക. ബിറ്റ്വീൻ എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സ് ആൻഡ് വേജസ് ആർ പെയ്ഡ് അക്കോർഡിംഗ്ലി. വേജസ് ആ രീതിയിൽ കൊടുക്കുന്നു. അണ്ടർ ദിസ് പ്ലാൻ സ്റ്റാൻഡേർഡ് ടാസ്ക് ഈസ് സെറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. ഇപ്പോൾ ഇവിടെ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് സ്റ്റാൻഡേർഡ് ടാസ്ക്, ഒരാൾ ചെയ്യേണ്ട ജോലി, ഒരു ആവറേജ് മനുഷ്യൻ ചെയ്യേണ്ട ജോലി എന്താണെന്നുള്ളത് ടൈം സ്റ്റഡിയുടെയും മോഷൻ സ്റ്റഡിയുടെ ഒക്കെ സഹായത്തോടെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. ആൻഡ് 2 പീസ് റേറ്റ്സ് ആർ ഫിക്സ്ഡ്. ഡ്യുവൽ വേജ് റേറ്റ് എന്ന് പറയുന്നത് അല്ലേ, 2 തരത്തിൽ, അതാണ് 2 പീസ് റേറ്റ് എന്ന് പറയുന്നത്. ഫോർ ഈച്ച് ജോബ് എ ഹയർ പീസ് റേറ്റ് ഈസ് ഫോർ ദോസ് ഹു പ്രൊഡക്ഷൻ ഈക്വൽസ് ഓർ എക്സീഡ്സ് ദ സ്റ്റാൻഡേർഡ് ടാസ്ക്. ഇപ്പോൾ ഇവിടെ പ്രൊഡക്ഷൻ നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഹയർ പീസ് റേറ്റ്, ഉയർന്ന വേതനം നൽകുന്നു. The lower piece rate is meant for those who production is below the standard. ഇപ്പോൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റാത്ത, അതായത് എഫിഷ്യൻസി കുറഞ്ഞ ജീവനക്കാർക്ക് കുറഞ്ഞ റേറ്റിലുള്ള പ്രതിഫലം നൽകുന്നു. ഇതാണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക.
പിന്നെ നമ്മൾ പഠിക്കുന്നത് ഹെൻറി ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ് ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 കാര്യങ്ങൾ നിങ്ങൾക്ക് എസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഇത് ഓരോന്നും നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് വരികയും ചെയ്യാം. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഹെൻറി ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ഹെൻറി ഫയോൾ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് മോഡേൺ ഓർ ജനറൽ മാനേജ്മെന്റ്. ജനറൽ മാനേജ്മെന്റിന്റെ പിതാവ് അല്ലെങ്കിൽ മോഡേൺ മാനേജ്മെന്റിന്റെ പിതാവ് ആരെന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഹെൻറി ഫയോൾ ആണ്. ദ 14 പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ബൈ ഫയോൾ ആർ ആസ് ഫോളോസ്. അപ്പോൾ ഹെൻറി ഫയോള് ഡെവലപ്പ് ചെയ്ത 14 പ്രിൻസിപ്പിൾസ് ആണ് മാനേജ്മെന്റിലുള്ളത്. ഈ 14 പ്രിൻസിപ്പിൾസ് നമുക്ക് ഓർത്തിരിക്കാം. ഈ ഒരു 14 പ്രിൻസിപ്പിൾസ് ഓർത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ന്യൂമോണിക് കോഡും അത് നമുക്ക് ഇതിനുശേഷം അവസാനമായിട്ട് നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രിൻസിപ്പിൾസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. അപ്പോൾ ഡിവൈഡിങ് ദ വർക്ക് ഇൻ ദ സ്മോൾ ജോബ് ആൻഡ് അസൈനിങ് ഈച്ച് ഓഫ് ദം ടു കോമ്പിറ്റന്റ് വർക്കേഴ്സ് അക്കോർഡിംഗ് ടു ദർ എബിലിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ ഈസ് കോൾഡ് ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പോൾ അതായത് ഡിവിഷൻ ഓഫ് വർക്കിനെ ഡിവൈഡ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഡിവൈഡിങ് ദി ടോട്ടൽ വർക്കിനെ നമ്മൾ സ്മോൾ ജോബ്സ്, ചെറിയ ചെറിയ ജോബുകളായിട്ട് നമ്മൾ തരംതിരിക്കുന്നു. ആൻഡ് അസൈനിങ് ഈച്ച് ഓഫ് ദം ടു കോമ്പിറ്റന്റ് വർക്കേഴ്സ്, ഓരോ ജോബുകളും അത് ചെയ്യാൻ വേണ്ടി മതിയായ യോഗ്യതയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുന്നു. കോമ്പിറ്റന്റ് വർക്കേഴ്സ്, യോഗ്യതയുള്ള ആൾക്കാരെ ഏൽപ്പിക്കുന്നു. അക്കോർഡിംഗ് ടു ദർ എബിലിറ്റി, ഓരോരുത്തരുടെയും കഴിവനുസരിച്ച്, ആൻഡ് ക്വാളിഫിക്കേഷൻ, അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഏൽപ്പിക്കുന്നതിനാണ് ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ തൊഴിൽ വിഭജനം എന്ന് പറയുക. ഇറ്റ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. അങ്ങനെ ഓരോ ജോലിയും ഓരോരുത്തരെ സെപ്പറേറ്റ് ഏൽപ്പിക്കുകയാണെങ്കിൽ ഓരോരുത്തരും അതേ ജോലികൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ചെയ്യുന്ന ജോലിയിൽ അവർ സ്പെഷ്യലൈസ്ഡ് ആകും, അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റുകളായി മാറും. അതുകൊണ്ടാണ് ഡിവിഷൻ ഓഫ് വർക്ക് പ്രൊമോട്ട്സ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ എന്ന് പറയുക. ആൻഡ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സിന്റെ എഫിഷ്യൻസി കാലം ചെല്ലുന്നതും ഓരോ തരത്തിലുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അവർ ജോലി പൂർത്തിയാക്കുന്നു, എഫിഷ്യൻസി കൂടുന്നു. അടുത്തത് പാരിറ്റി ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിലുള്ള ഒരു പാരിറ്റി, തുല്യത, അത് ഹെൻറി ഫയോളിന്റെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ്. അതോറിറ്റി ഈസ് ദി റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് പവർ ടു എക്സാക്ട് ഒബീഡിയൻസ്. ഇവിടെ ഓർഡർ നൽകാനുള്ള അധികാരത്തെയാണ് അല്ലെങ്കിൽ അവകാശത്തെയാണ് അതോറിറ്റി എന്ന് പറയുക. ആൻഡ് പവർ ടു എക്സാക്ട് ഒബീഡിയൻസ്, അല്ലെങ്കിൽ അവർക്ക് ഒബീഡിയൻസ്, അനുസരണ കിട്ടുന്നത് അധികാരം ഉള്ളവർക്കാണ് അല്ലേ, അല്ലെങ്കിൽ അനുസരണ പ്രതീക്ഷിക്കുന്നതും അധികാരത്തിലൂടെയാണ്. അപ്പോൾ ഇവിടെ അതോറിറ്റി എന്താണെന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നു. അതോറിറ്റി എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് നൽകാനുള്ളത്. ഒപ്പം തന്നെ അതോറിറ്റി ഉള്ളവർക്ക് ഒബീഡിയൻസ്, മറ്റുള്ളവർ അവരെ അനുസരിക്കുകയും ചെയ്യണം. റെസ്പോൺസിബിലിറ്റി ഈസ് ദി ഒബ്ലിഗേഷൻ ടു പെർഫോം ദി വർക്ക് ആസ് ഡിസൈഡ്. അതായത് ആഗ്രഹിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്തു തീർക്കാനുള്ള ഒരാളുടെ ഒബ്ലിഗേഷനാണ്, ഉത്തരവാദിത്തമാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക. ആൻഡ് ഡയറക്റ്റഡ് ബൈ ദ അതോറിറ്റിയിലൂടെയാണ് അവർ ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്. ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും പറയേണ്ടത് അതോറിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞു. ഹെൻറി ഫയോൾ പറയുന്നതനുസരിച്ച് അവസാനത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. അതായത് അതോറിറ്റി നൽകിയിട്ടുണ്ടെങ്കിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. റെസ്പോൺസിബിലിറ്റി എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, അത് നിറവേറാൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള അതോറിറ്റി നൽകിയിരിക്കണം. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തുല്യമായിരിക്കണം എന്നുള്ളതാണ്, പാരിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഹെൻറി ഫയോളിന്റെ പ്രിൻസിപ്പിൾ പറയുക. then അടുത്തത് ഡിസിപ്ലിൻ പ്രിൻസിപ്പിൾ ആണ്. ഇറ്റ് മീൻസ് ഒബീഡിയൻസ്, റെസ്പെക്ട് ഓഫ് അതോറിറ്റി ആൻഡ് ഒബ്സർവേഷൻ ഓഫ് ഓർഗനൈസേഷണൽ റൂള്. അപ്പോൾ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അച്ചടക്കമാണ്. ഒരു സ്ഥാപനത്തിൽ അച്ചടക്കം എന്ന് പറയുന്നത് അവിടുത്തെ ഉള്ള വർക്കേഴ്സിന്റെ ഒബീഡിയൻസ്, അനുസരണം, റെസ്പെക്ട് ഫോർ അതോറിറ്റിയോടുള്ള റെസ്പെക്ട്, ആൻഡ് ഒബ്സർവേഷൻ ഓഫ് മാനേജ്മെന്റ് റൂൾസ്, മാനേജ്മെന്റ് പറയുന്ന റൂളുകൾ, നിയമങ്ങൾ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ പാലിക്കുക. ഗുഡ് സൂപ്പർവിഷൻ, ക്ലിയർ റൂൾസ് ആൻഡ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് സിസ്റ്റം ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ. ഒരു സ്ഥാപനത്തിൽ നല്ല രീതിയിൽ സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ, ക്ലിയർ ആയിട്ടുള്ള റൂളുകൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ, റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് സിസ്റ്റം, നല്ലത് ചെയ്തു കഴിഞ്ഞാൽ റിവാർഡും മോശം ചെയ്തു കഴിഞ്ഞാൽ പണിഷ്മെന്റും കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡിസിപ്ലിനിലേക്ക് നയിക്കും. ഡിസിപ്ലിൻ ഈസ് റിക്വയർഡ് ഫോർ വർക്കേഴ്സ് ആസ് വെൽ ആസ് മാനേജ്മെന്റ്. ഇവിടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വർക്കേഴ്സിന് മാത്രം പോരാ, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും അച്ചടക്കം ആവശ്യമാണെന്ന് ഹെൻറി ഫയോൾ പറഞ്ഞു വെക്കുന്നു. അടുത്തത് യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ആൻ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ ആൻഡ് ഓൺലി വൺ സുപ്പീരിയർ അറ്റ് എ ടൈം ആൻഡ് ബി ആൻസറബിൾ ടു ഓൺലി വൺ സുപ്പീരിയർ. അതായത് യൂണിറ്റി ഓഫ് കമാൻഡ്, ഒരേ സമയത്ത് ഒരു തൊഴിലാളി ഒരു മാനേജറിൽ നിന്ന് മാത്രമേ ഓർഡറുകൾ സ്വീകരിക്കാവുള്ളൂ എന്നുള്ളതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് പറയുക. അറ്റ് ദ സെയിം ടൈം ആൻഡ് ബി ആൻസറബിൾ ടു ഓൺലി വൺ സുപ്പീരിയർ, ഒരു സുപ്പീരിയർ മാത്രമേ ഒരു തൊഴിലാളി ആൻസറബിൾ ആവേണ്ട ആവശ്യമുള്ളൂ, കാരണം അയാളിൽ നിന്നാണ് ഓർഡറുകൾ സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ. ഇഫ് ദർ ഈസ് നോ യൂണിഫോമിറ്റി ഓഫ് കമാൻഡ്, അതായത് യൂണിഫോമിറ്റി ഓഫ് കമാൻഡ് അല്ലെങ്കിൽ യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല എങ്കിൽ
അതായത് ഒന്നിൽ കൂടുതൽ ആളുകളിൽ നിന്ന്, സുപ്പീരിയർ ഓഫീസേഴ്സിൽ നിന്ന് ഒരേ സമയത്ത് ഒരു എംപ്ലോയി ഓർഡറുകൾ സ്വീകരിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും അല്ലേ? ആരുടെ ഓർഡറാണ് അനുസരിക്കേണ്ടതിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും. ദർ വിൽ ബി കൺഫ്യൂഷൻ. ഡിസിപ്ലിൻ വീക്കെൻഡ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിസിപ്ലിൻ അവിടെ വീക്ക് ആക്കപ്പെടും. റെസ്പോൺസിബിലിറ്റി കനോട്ട് ബി ഫിക്സഡ്. ആർക്കാണ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്, ആരെയാണ് അനുസരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള പ്രിൻസിപ്പിളാണ് ഹെൻറി ഫയോൾട്ട് പറയുന്ന അനുസരിച്ച്. അടുത്ത യൂണിറ്റി ഓഫ് ഡിറക്ഷൻ ആണ്. There should be one head and one plan for a group of activities having the same objective എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുക. അതായത് ഒരേ തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ഉള്ള പല ആക്ടിവിറ്റീസ് ഉണ്ടാകാം. ഈ പല ആക്ടിവിറ്റീസ് എല്ലാം കൂടി ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട് അതിനൊരു ഹെഡും ഒരു പ്ലാനും ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് ഹെൻറി ഫയോൾട്ട് പറയുക. There should be only one head and one plan for group of activities having the same objective. This ensures unity of action and coordination. അപ്പോൾ ഒരേ രീതിയിൽ ആളുകൾ ജോലി ചെയ്യുന്നതിന് വേണ്ടിയും കോർഡിനേഷനൊക്കെ വേണ്ടി യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ സഹായിക്കുന്നുണ്ട്. then അടുത്ത പ്രിൻസിപ്പിൾ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിന് മുകളിലാകണം, അല്ലെങ്കിൽ സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. ജനറൽ ഇൻട്രസ്റ്റിന് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് സബോർഡിനേറ്റ് ചെയ്ത് നിൽക്കണം. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് വ്യക്തിയുടെ താല്പര്യങ്ങൾ അത് പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾക്ക് താഴെയായിരിക്കണം. എവറി വർക്കർ ഹാവ് സം ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഫോർ വർക്കിംഗ് എ കമ്പനി. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിന് ഓരോരുത്തർക്കും ഓരോരോ ലക്ഷ്യങ്ങളായിരിക്കാം. ചിലർക്ക് സാലറി കൂട്ടി കിട്ടുക എന്നുള്ളതായിരിക്കാം, ചിലർക്ക് സ്റ്റാറ്റസ് കൂടുക എന്നുള്ളതായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് പലർക്കും ഉണ്ട്. ദ കമ്പനി ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഒബ്ജക്റ്റീവ്. കമ്പനിക്ക് ഒരു ഓവറോൾ ഒബ്ജക്റ്റീവ് കമ്പനിക്ക് ഉണ്ടാവും അല്ലേ? അക്കോർഡിംഗ് ടു ഫയോൾ പറയുന്ന അനുസരിച്ച് ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി ഷുഡ് ടേക്ക് പ്രയോറിറ്റി ഓവർ ദി ഇൻട്രസ്റ്റ് ഓഫ് എനി ഇൻഡിവിജ്വൽ എംപ്ലോയി. അപ്പോൾ ഈ കമ്പനിയുടെ ഓവറോൾ ഒബ്ജക്റ്റീവ് എന്താണോ അതിനായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസിന് റെമ്യൂണറേഷൻ കൊടുക്കുന്ന കാര്യത്തിലും ഫയോളിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ദ റെമ്യൂണറേഷൻ ഷുഡ് ബി ഫെയർ ടു ബോത്ത് എംപ്ലോയീസ് ആൻഡ് ഓർഗനൈസേഷൻ. കൊടുക്കുന്ന ഒരു റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് അത് എംപ്ലോയീസിന് ഫെയർ ആയിരിക്കണം, അവർക്ക് ന്യായമായിട്ടുള്ള പ്രതിഫലം കിട്ടണം. ഒപ്പം തന്നെ എംപ്ലോയീസിനും അത് ന്യായമായിട്ടുള്ള രീതിയിലായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. അതായത് എംപ്ലോയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ മാനേജ്മെന്റ് ആണ്. അതായത് മാനേജ്മെന്റിന് നഷ്ടം വരാത്ത രീതിയിൽ ഒരു കമ്പനിക്ക് കിട്ടുന്ന ലാഭം എന്താണോ അതിൻ്റെ ഒരു വീതമാണ് സാലറി ആയിട്ട് കൊടുക്കേണ്ടത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ടുള്ള ഒരു സാലറി ഉണ്ടാകാൻ പാടില്ല, ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള സാലറി ആകാൻ പാടില്ല. ഇപ്പോൾ എംപ്ലോയീസിനും അവർക്കെല്ലാം തുല്യമായിട്ടുള്ള പരിഗണന കിട്ടുന്ന രീതിയിൽ സാലറി ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ് ഇത് പറയുക. എംപ്ലോയീസിന് ഒരു ഫെയർ വേജസ് കിട്ടാനുള്ള അർഹതയുണ്ട്, കാരണം അവരുടെ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്, ജീവിത നിലവാരം ഒക്കെ ഉയർത്തുന്നതിന് അത് സഹായിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദ പേയിങ് കപ്പാസിറ്റി ഓഫ് കമ്പനി. അത് കമ്പനിയുടെ ഒരു പേയിങ് കപ്പാസിറ്റി, അവർക്ക് എത്രമാത്രം പേ ചെയ്യാൻ പറ്റുമോ ആ ഒരു കപ്പാസിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം ഈ ശമ്പളം നിർണ്ണയിക്കുകയും ചെയ്യേണ്ടത്. അതാണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഫയോൾ പറയുന്നത്. അടുത്തത് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന മറ്റൊരു പ്രിൻസിപ്പിളാണ്. കോൺസെൻട്രേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഫ്യൂ ഇസ് കോൾഡ് സെൻട്രലൈസേഷൻ. ഇപ്പം എന്താണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്? അതായത് തീരുമാനമെടുക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രമായിട്ട് ശ്രദ്ധീകരിക്കുകയാണെങ്കിൽ, അതായത് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുക. ആൻഡ് ഇറ്റ്സ് ഡിസ്പേഴ്സൽ എമംഗ് മോർ ദാൻ വൺ പേഴ്സൺ ഈസ് കോൾഡ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ അത് കുറച്ച് പേരിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒരാൾ മാത്രമായിട്ട് കേന്ദ്രീകരിക്കാതെ അത് താഴെത്തട്ടിലോട് കൂടി ആ അധികാരം വിട്ടുകൊടുക്കുമ്പോൾ അതിനെയാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുക. ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ. ഇവിടെ ഫയോളിന്റെ പ്രിൻസിപ്പിൾ പറയുന്നത് ദർ ഷുഡ് ബി എ ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷൻ തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാകണം. ദർ മേ ബി മോർ ഡീസെൻട്രലൈസേഷൻ ലാർജ് ഓർഗനൈസേഷൻ ദാൻ സ്മോൾ ഓർഗനൈസേഷൻ. ഇവിടെ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ലാർജ് ഓർഗനൈസേഷനിൽ കൂടുതൽ അധികാരങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ടാവാം, സ്മോൾ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ സെൻട്രലൈസേഷൻ ആകും വരിക. ഏതായാലും സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് എക്സ്ട്രീം ആയിട്ടുള്ള സെൻട്രലൈസേഷനും എക്സ്ട്രീം ആയിട്ടുള്ള ഡീസെൻട്രലൈസേഷനും ഒഴിവാക്കിക്കൊണ്ട് ഇതിൻ്റെ ഇടയിലുള്ള കുറച്ചൊക്കെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കുറച്ചൊക്കെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള സംവിധാനമാണ് ഫയോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് സ്കേലാർ ചെയിൻ ആണ്. എന്താണ് സ്കേലാർ ചെയിൻ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ചെയിൻ ഓഫ് സുപ്പീരിയേഴ്സ് റേഞ്ചിങ് ഫ്രം ദി ഹയസ്റ്റ് റാങ്ക്സ് ടു ദി ലോവസ്റ്റ് റാങ്ക് ഈസ് കോൾഡ് സ്കേലാർ ചെയിൻ. അപ്പോൾ വാട്ട് ഈസ് സ്കേലാർ ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനേജ്മെന്റ് തലത്തിൽ ഏറ്റവും സുപ്പീരിയർ ഓഫീസർ മുതൽ താഴെ തട്ട് വരെയുള്ള ആ അധികാരത്തിന്റെ ശ്രേണിയെ അല്ലെങ്കിൽ അവരുടെ റേഞ്ചിനെയാണ് നമ്മൾ സ്കേലാർ ചെയിൻ എന്ന് പറയുക. ദ കമ്മ്യൂണിക്കേഷൻ ഷുഡ് പാസ് ത്രൂ ദിസ് ചെയിൻ ഓഫ് കമാൻഡ് ഓൺലി. അപ്പോൾ ഇവിടെ ആശയവിനിമയം നടക്കേണ്ടത്, ഒരു സ്ഥാപനത്തിൽ ആശയവിനിമയം നടക്കേണ്ടത് ഈ ഒരു സ്കേലാർ ചെയിനിലൂടെ മാത്രമായിരിക്കണം എന്നുള്ളതാണ് ഫയോൾ പറയുക. ദിസ് ഈസ് നെസസറി ടു എൻഷുർ യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയും യൂണിറ്റി ഓഫ് കമാൻഡ് ഉറപ്പുവരുന്നതിന് വേണ്ടിയൊക്കെ ഇതുപോലുള്ള സ്കേലാർ ചെയിൻ അത്യാവശ്യമാണ്.
ദെൻ പക്ഷേ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് ദർ മേ ബി ഡിസ്ട്രോഷൻ ഓഫ് മെസ്സേജ് ഡ്യൂറിങ് ഇറ്റ്സ് ട്രാൻസ്മിഷൻ. അതായത് ഇത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്, കൂടുതൽ സമയമെടുക്കും. സ്കെലാർ ചെയിൻ പാലിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നുള്ളത് പലപ്പോഴും പ്രായോഗികമാകണമെന്നില്ല. ടു ഡേ അവേ വിത്ത് ദീസ് ലിമിറ്റേഷൻ, ഇത്തരത്തിൽ ലിമിറ്റേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ഫയോൾ സജസ്റ്റഡ് എ ഗാങ് പ്ലാങ്ക്. അപ്പോൾ ഇവിടെ സ്കെലാർ ചെയിൻ എന്താണ് പഠിക്കുന്നതിനൊപ്പം തന്നെ വാട്ട് ഈസ് ഗാങ് പ്ലാങ്ക് എന്ന് നമ്മൾ പഠിച്ചു വെക്കണം. ഫോർ ഷോർട്ട് സർക്യൂട്ടിംഗ് ദ ചെയിൻ ഓഫ് ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ, അതായത് സ്കെലാർ പ്രിൻസിപ്പിൾ അനുസരിച്ച് സ്കെലാർ ചെയിനിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഈ സ്കെലാർ ചെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ന്യൂനത, ആ ഒരു സ്കെലാർ പ്രിൻസിപ്പിളിൻ്റെ ന്യൂനത മറികടക്കുന്നതിന് വേണ്ടി ഫയോൾ തന്നെ സജസ്റ്റ് ചെയ്തതാണ് ഗാങ് പ്ലാങ്ക്. അതായത് ക്വിക്ക് കമ്മ്യൂണിക്കേഷൻ, വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയും ഈ ഒരു ചെയിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയും ഇത് സഹായിക്കുന്നുണ്ട് ഗാങ് പ്ലാങ്ക്. നമുക്ക് ഈ ഒരു പിക്ചർ വെച്ചുകൊണ്ട് എന്താണ് സ്കെലാർ ചെയിൻ എന്ന് മനസ്സിലാക്കാം. സ്കെലാർ ചെയിൻ ആൻഡ് ഗാങ് പ്ലാങ്ക്, അതായത് ഡി എന്ന് പറയുന്ന സി എന്ന് പറയുന്ന ഇതിൻ്റെ ഡിയുടെ മുകളിൽ സി, സിയുടെ മുകളിൽ ബി. അപ്പോൾ അധികാരത്തിൻ്റെ ശ്രേണി, അധികാരം കൂടുന്നതനുസരിച്ച് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഡി എന്ന് പറയുന്നതും ജി എന്ന് പറയുന്നതും ഒരേ ലെവലിലുള്ള രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാരാണ്. സിയും എഫും രണ്ട് ലെവലാണ്, വ്യത്യസ്തമാണ്. അപ്പോൾ ഇവിടെ സാധാരണ സ്കെലാർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇൻ ദി പിക്ചർ ബിലോ ഈ ഡി വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ജി. ഇപ്പോൾ ഡി എന്ന് പറയുന്ന ഒരു മാനേജർ അല്ലെങ്കിൽ ഒഫീഷ്യൽ ജിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അത് ഇതേ രീതിയിൽ ഡി സി ബി എ ആ രീതിയിൽ മുന്നോട്ട് പോയിട്ട് തന്നെ താഴോട്ടിറങ്ങി ഇ എഫ് ജിയിലേക്ക് വന്ന് ആ രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ പോകേണ്ടത്. അപ്പോൾ അത് കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് ഒരേ മാനേജ്മെൻറ്റ് തലത്തിൽ ഒരേ ലെവലിലുള്ള രണ്ട് ജീവനക്കാർക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗാങ് പ്ലാങ്ക് എന്നോട്ട് ഉദ്ദേശിക്കുക. Then it should pass through CB, but using gang blank, D can directly communicate with the G. അപ്പോൾ gang blank principle അനുസരിച്ച് managers at the same level can communicate directly, അല്ലേ? അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഡിക്കും ജിക്കും ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാങ് ബ്ലാങ്ക് ആണ് ഈ വരച്ചിരിക്കുന്നത്. സ്കെലാർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇതേ രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. ഗാങ് ബ്ലാങ്കിലൂടെ ഡയറക്റ്റ് ആയിട്ട് ഒരേ ലെവലുള്ള മാനേജേഴ്സ് ആയതുകൊണ്ട് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളതും ഹെൻറി ഫയോൾ പറഞ്ഞു വെച്ചിരിക്കുന്നു. അടുത്തത് 10ാമത്തെ പ്രിൻസിപ്പിളാണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് പീപ്പിൾ ആൻഡ് മെറ്റീരിയൽ മസ്റ്റ് ബി ഇൻ സ്യൂട്ടബിൾ പ്ലേസ്. അതായത് ഓർഡർ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. ഈ ഓർഡർ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു സ്ഥാപനത്തിലെ പീപ്പിളിനും അവിടുത്തെ ജനങ്ങൾക്കും മെറ്റീരിയൽസിനും എല്ലാം കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. അറ്റ് അപ്രോപ്രിയേറ്റ് ടൈം, അത് കൃത്യമായിട്ടുള്ള ടൈം ഓരോന്നും നിശ്ചയിക്കണം. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദെയർ മസ്റ്റ് ബി എ പ്ലേസ് ഫോർ എവറിത്തിങ്. എല്ലാത്തിനും ഒരു കൃത്യമായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരിക്കണം. ഇഫ് ദിസ് ഈസ് ഫോളോവർഡ് ദെയർ വിൽ ബി നോ ഹിൻഡ്രൻസ് ഇൻ ദി ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ്. അപ്പം അങ്ങനെ ഒരു ഓർഡർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിന് തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഓർഡർ പ്രിൻസിപ്പിൾ പറയുക. ദെൻ ഇക്വിറ്റി പ്രിൻസിപ്പിളാണ്. ഇറ്റ് മീൻസ് കൈൻഡ്ലിനെസ് ആൻഡ് ജസ്റ്റിസ് ഇൻ ദി ബിഹേവിയർ ഓഫ് മാനേജേഴ്സ് ടുവേർഡ്സ് വർക്കേഴ്സ്. വർക്കേഴ്സിനോട് ബിഹേവ് ചെയ്യുമ്പോൾ മാനേജേഴ്സ് കൈൻഡ്ലിനെസ്, ദയോടുകൂടി, ജസ്റ്റിസ്, നീതിപൂർവ്വമായിട്ട് പെരുമാറണം എന്നുള്ളതാണ് ഇക്വിറ്റി പ്രിൻസിപ്പിൾ പറയുക. ദർ ഷുഡ് ബി നോ ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് എനിവൺ ഓൺ അക്കൗണ്ട് ഓഫ് സെക്സ്, റിലീജിയൻ, ലാംഗ്വേജ്, നാഷണാലിറ്റി എക്സെട്ര. അപ്പോൾ ഇതിൻ്റെ ഒന്നും ബേസിൽ ഒരാൾക്കെതിരെയും ഒരു തരത്തിലുള്ള വിവേചനവും ഡിസ്ക്രിമിനേഷനും കാണിക്കാൻ പാടില്ല. ദെൻ സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ ആണ്. ഇവിടെ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. PRSONNEL ആണ്, അല്ലേ? അതായത് സ്റ്റാഫാണ്, എംപ്ലോയീസിനെയാണ് ഇവിടെ പേഴ്സണൽ എന്നോട് ഉദ്ദേശിക്കുക. അപ്പോൾ എംപ്ലോയീസിന് അത്യാവശ്യം സ്റ്റെബിലിറ്റി കൊടുക്കേണ്ടതാണ്. ദാറ്റ് മീൻസ് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എംപ്ലോയീസ് ടേൺ ഓവർ, പീപ്പിൾ ലീവിംഗ് ദ ഓർഗനൈസേഷൻ ഷുഡ് ബി മിനിമൈസ്ഡ് ടു മെയിൻറ്റെയിൻ ഓർഗനൈസേഷണൽ എഫിഷ്യൻസി. അപ്പോൾ പരമാവധി ഇവിടെ എംപ്ലോയീസ് ടേൺ ഓവർ, അതായത് ഒരു സ്ഥാപനം വിട്ട് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്ന ആളുകൾ, അതിൻ്റെ ഒരു നിരക്ക്, റേറ്റ് കുറയ്ക്കേണ്ടതാണ്. എംപ്ലോയീസ് ടേൺ ഓവർ കുറയ്ക്കേണ്ടതാണ്. അതുകൂടാതെ വർക്കേഴ്സ് ഷുഡ് നോട്ട് ബി ഷിഫ്റ്റഡ് ഫ്രം ദെയർ പൊസിഷൻ ഫ്രീക്വൻലി. അതായത് ഒരു വർക്കറെ ഒരു പൊസിഷനിൽ നിയമിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മാറ്റി വേറൊരു പൊസിഷനിലേക്ക് നിയമിക്കാൻ പാടില്ല. ഓരോ ജോലിക്കും ഒന്ന് അഡ്ജസ്റ്റ് ഇടാൻ വേണ്ടി ഓരോരുത്തർക്കും അവസരം കൊടുക്കണം. അത്തരം കാര്യങ്ങളൊക്കെയാണ് സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ എന്നുകൊണ്ട് പറയുക. അടുത്തത് 13ാമത്തെ പ്രിൻസിപ്പിളാണ്. അത് ഇനീഷ്യേറ്റീവ് ആണ്. എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ് ഷുഡ് ബി എൻകറേജ്ഡ് ടു ടേക്ക് ഇനീഷ്യേറ്റീവ് ഇൻ വർക്ക് റിലേറ്റഡ് മാറ്റേഴ്സ്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരും ഇനീഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടി, അതായത് സ്വയം മുന്നോട്ട് വന്ന് ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് ഫയോൾ പറയുക. ഇറ്റ് ഈസ് തിങ്കിങ് ഔട്ട് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ പ്ലാൻ. അതായത് പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ ആ പ്രോഗ്രാമുകൾ ജോലി പൂർത്തിയാക്കുകയാണ്. തിങ്കിങ് ഔട്ട് ആൻഡ് എക്സിക്യൂട്ടിംഗ് ദ പ്ലാൻ. പ്ലാൻ ചെയ്യുന്നു, അത് നടപ്പിലാക്കുന്നു. എ ഗുഡ് ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് ആൻ എംപ്ലോയി സജഷൻ സിസ്റ്റം വെയർ ബൈ ഇനീഷ്യേറ്റീവ് വിച്ച് ലീഡ് ടു റിഡക്ഷൻ ഇൻ കോസ്റ്റ്, ടൈം എക്സെട്ര ഷുഡ് ബി റിവാർഡഡ്. അതായത് ഒരു സജഷൻ ബോക്സ് വെച്ചുകൊണ്ട് എംപ്ലോയീസിൽ നിന്നെല്ലാം സജഷന് എടുക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ എടുക്കുകയും അവർക്ക് ഈ കോസ്റ്റ് കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, ടൈം കുറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആളുകൾക്ക് റിവാർഡുകളൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഫയോൾ പറയുക. then 14ാമത്തെ പ്രിൻസിപ്പിൾ എക്സ്പ്രൈറ്റ് ഡി കോർപ്സ് ആണ്, അല്ലെങ്കിൽ യൂണിയൻ ഈഫ് സ്ട്രെങ്ത് ആണ്. എക്സ്പ്രൈറ്റ് ഡി കോർപ്സ് അല്ലെങ്കിൽ യൂണിയൻ ഈഫ് സ്ട്രെങ്ത്. മാനേജ്മെന്റ് ഷുഡ് പ്രൊമോട്ട് ടീം സ്പിരിറ്റ് ആൻഡ് ഹാർമണി എമംഗ് എംപ്ലോയീസ്. ഇപ്പോൾ എംപ്ലോയീസിൻ്റെ ഇടയിൽ ടീം സ്പിരിറ്റ് അല്ലെങ്കിൽ ഹാർമണി തുടങ്ങിയവയ്ക്കെല്ലാം പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്.
ഇറ്റ് മീൻസ് ദ സ്പിരിറ്റ് ഓഫ് ലോയൽറ്റി ആൻഡ് ഡിവോഷൻ ടു ദി ഗ്രൂപ്പ് ടു വിച്ച് വൺ ബിലോങ്സ്. ഒരാൾ ജോലി ചെയ്യുന്ന ആ ഗ്രൂപ്പിനോട് അല്ലെങ്കിൽ ആ സ്ഥാപനത്തോടുള്ള ഒരാളുടെ ഡിവോഷൻ, ആത്മസമർപ്പണം, ലോയൽറ്റി, വിശ്വസ്തത, അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇറ്റ് എൻഷുവേഴ്സ് കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ. കോർഡിനേഷനും അതായത് ഏകോപനവും കോപ്പറേഷനും സഹകരണവും എല്ലാം ഇവിടെ ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. എക്സ്പ്രൈറ്റ് ദി കോർപ്സ് അല്ലെങ്കിൽ യൂണിയൻ ഓഫ് സ്ട്രെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ടീം സ്പിരിറ്റ് ആൻഡ് ഹാർമണി എമംഗ് എംപ്ലോയീസ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇത്രയാണ് ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 14 പ്രിൻസിപ്പിൾസ് ഓർത്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. അത് ഓർത്തിരിക്കുന്നതിന് വേണ്ടി നമുക്കൊരു എളുപ്പത്തിലുള്ള ഒരു ന്യൂമോണിക് കോഡ് കൂടി ഞാൻ പറയാം. ആ രീതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ പോയിന്റ് നിങ്ങൾക്ക് മറന്നു പോകാൻ സാധിക്കില്ല. അത് നിങ്ങൾക്ക് എക്സാമിന് കൃത്യമായിട്ട് ഓർത്തിരിക്കുകയും ചെയ്യും, എഴുതാനും സാധിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസും മെമ്മറൈസ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ന്യൂമോണിക് കോഡ് എന്ന് പറയുന്നതാണ് ഡാഡ് UCUSSR OIC. ഇപ്പോൾ ഡാഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫാദറെ അല്ലെങ്കിൽ പിതാവിനെയാണ് ഉദ്ദേശിക്കുക. ഡാഡ്. UC നിങ്ങൾ കാണുന്നുണ്ടോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? USSR UCUSSR എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ഓർത്തിരിക്കുക. UCUSSR അല്ലെങ്കിൽ ആ രാഷ്ട്രം കണ്ടിട്ടുണ്ടോ? OIC ഞാനത് കാണുന്നു. ഇപ്പം ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെൻറ്റൻസ് മാത്രം പഠിച്ചു വെക്കുക. ഇതിൻ്റെ ഓരോ ലെറ്ററും സൂചിപ്പിക്കുന്നത് ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസിനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഡാഡ് UCUSSR വെച്ചുകൊണ്ട് OIC അതോടെ വെച്ചുകൊണ്ട് ഇപ്പോൾ ഡാഡ് എന്നുള്ളതിൽ ഡിവിഷൻ ഓഫ് വർക്കാണ്. ദെൻ ഇവിടെ A എന്ന് പറയുന്നത്, രണ്ടാമത്തെ വാക്ക് A എന്ന് പറയുന്നത് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. D എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ആണ്. ഇവിടെ U എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. C എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ ആണ്. ദെൻ വീണ്ടും U വരുന്നു അല്ലേ, അത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ്. ഇവിടെ അടുത്തത് F ആണ്, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു കോമൺ ഇൻട്രസ്റ്റ് ആണ്. സ്കേലാർ ചെയിൻ ആണ്. റെമ്യൂണറേഷൻ ആണ്. ഓർഡർ ആണ്. I ഇനീഷ്യേറ്റീവ് ആണ്. S സ്റ്റെബിലിറ്റി ഓഫ് ടെൻഡർ ഓഫ് പേഴ്സൺ ആണ്. E എന്ന് പറയുന്നത് ഇക്വിറ്റി ആണ്. വീണ്ടും E വരുന്നുണ്ട്, എക്സ്പ്രൈറ്റ് ദി കോർപ്സ് ആണ് അല്ലേ. അപ്പോൾ ഇത്രയും പ്രിൻസിപ്പിൾസ് ആണ് ഹെൻറി ഫയോളിൻ്റെ. ഇപ്പോൾ ഡാഡ് UCUSSR OIC എന്ന് പറഞ്ഞാൽ ആ ഒരു ന്യൂമോണിക് കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ ചാപ്റ്റർ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണിത്. ഇതിൽ നിന്ന് ഏതായാലും നിങ്ങൾക്ക് ഒരു എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. കൂടാതെ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അക്കൗണ്ടൻസിയുടെ ക്ലാസ്സുകൾ, ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്, അതും കാണുക. അതിനുവേണ്ടി +2 അക്കൗണ്ടൻസി എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കുക. AFSകാർക്ക് വേണ്ടി +2 AFS എന്ന് പറഞ്ഞുകൊണ്ട്, അക്കൗണ്ടൻസി AFS എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പ്ലേലിസ്റ്റുമുണ്ട്, അത് നോക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിനി വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ. താങ്ക്